ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മാത്സ് ആണ്. യൂണിറ്റ് 2 ഹൈഡ് ആൻഡ് സീക്ക്. ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ച് കളിക്കാം. ഹൈഡ് പറഞ്ഞാൽ ഒളിക്കുക, സീക്ക് കണ്ടുപിടിക്കുക. ഓക്കെ, ലെറ്റ് us പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് ടുഡേ. നിങ്ങളെല്ലാവരും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നവരാണല്ലോ അല്ലേ? നല്ല കളിയാണ് അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ എണ്ണാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ പറയാണ് കൗണ്ട് അപ് ടു 50. നിയ 50 വരെ കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ നമ്മുടെ ഈ ചാനൽ കാണുന്നത്? എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് കണ്ടിട്ടില്ലെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലോ? നിയ എണ്ണാൻ തുടങ്ങിയിട്ടുണ്ടോ? നോക്കാം. There are so many trees in Niya's backyard. ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം, വളപ്പ് അല്ലേ? യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം. പിന്നിലെ മുറ്റം നമ്മൾ എന്ത് പറയും? നമ്മുടെ തൊടി, പറമ്പ്, അതുപോലെ വീട്ടുവളപ്പ് എന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ നിയയുടെ ബാക്ക്യാർഡിൽ സോ മെനി ട്രീസ് ഉണ്ട്. ട്രീസ് ഉണ്ടായാൽ എന്തുണ്ടാവും? തണലും തണുപ്പും ഉണ്ടാവും അല്ലേ? ലോഡ്സ് ഓഫ് ഷെയ്ഡ് ആൻഡ് സോ കൂൾ. ലോട്ട്സ് ഓഫ് ഷെയ്ഡ്, നിറയെ തണലുണ്ട്. ആൻഡ് സോ കൂൾ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമാണ്. ലെറ്റ് us ഹൈഡ് ഹിയർ. നമുക്കിവിടെ ഒളിക്കാം. ദാ 2 പേര് അവിടെ ഒളിച്ചു കേട്ടോ. കൗണ്ട് ആൻഡ് പ്ലേ. നിയ എണ്ണാൻ തുടങ്ങി അല്ലേ? 13, 14, 15, 16, 27, 28, 29, 30. ഇങ്ങനെയാണ് നിയ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്ന ആൾ പറയാണ് സ്കിപ്ഡ് സം നമ്പേഴ്സ്. കുറേ എണ്ണം വിട്ടിട്ടുണ്ട് അല്ലേ? കുറേ എണ്ണം സ്കിപ്പ് ചെയ്തു. ഏതൊക്കെയാണ് സ്കിപ്പ് ചെയ്ത നമ്പേഴ്സ്? റൈറ്റ് ദ നമ്പേഴ്സ് നിയ സ്കിപ്ഡ്. 13, 14, 15, 16. അത് കഴിഞ്ഞാൽ നെക്സ്റ്റായിട്ട് 27 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 16 കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഇവിടെ 17, 18, 19, 20, 21, 22, 23, 24, 25, 26. അത് കഴിഞ്ഞിട്ടാണ് 27. ഓക്കെ, നിയ ഫൗണ്ട് ജാൻവി ഫസ്റ്റ്. ജാൻവിയാണ് അവിടെ ഹൈഡ് ചെയ്ത് ആ ട്രീയുടെ പിന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പം നിയ ആദ്യം തന്നെ കണ്ടത് ജാൻവിയാണ്. നോക്കൂ, നിയ ഒരു കണ്ണുകൊണ്ട് നോക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ജാൻവി കൗണ്ട് ചെയ്യുന്നത് നോക്കാം. ജാൻവി കൗണ്ടഡ് സ്റ്റാർട്ടിങ് ഫ്രം 30 മുതൽക്കാണ് ജാൻവി കൗണ്ട് ചെയ്യുന്നത്. റൈറ്റ് 10 നമ്പേഴ്സ് ഷീ കൗണ്ടഡ് ഇൻ ഓർഡർ. അവൾ കൗണ്ട് ചെയ്ത 10 നമ്പേഴ്സിനെ നമുക്ക് ഓർഡറിൽ എഴുതാം. 30 മുതൽക്കല്ലേ കൗണ്ട് ചെയ്തിരിക്കുന്നത്? 30 കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? 31, 32, 33, 34, 35, 36, 37, 38, 39, 40. ഓക്കെ, യു ടു ക്യാൻ പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഒളിച്ച് കളിക്കാം. നിങ്ങളെല്ലാവരും കളിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ കളിക്കൂ. ഓക്കെ, കളിക്കുന്നതിനിടയിൽ എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലോ. ദി ഹിയർഡ് എ നോയ്സ് ഇൻ ദ റോഡ് വൈൽ പ്ലേയിങ്. അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോയ്സ്, ഒരു ശബ്ദം കേട്ടു. എവിടെന്നാ? ഇൻ ദ റോഡിലാണ് ആ ശബ്ദം കേട്ടത്. ഓ നോ, സാബു ബ്രോ. ഓ, ഇത് നമ്മുടെ സാബു ബ്രോ ആണല്ലോ, സാബു ചേട്ടനാണല്ലോ. ഇപ്പം സാബു ബ്രോ എന്താ പറയുന്നത്? ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് നോക്ക്ഡ് ഓവർ ദ ബാഗ്. എന്താ പറഞ്ഞ്? ബാഗ് തട്ടി വീണതാണ്, അതൊക്കെയാണ് എന്ന് പറയാണ്. കുഴപ്പമില്ല. വി വിൽ ഹെൽപ്പ്. ഞങ്ങൾ സഹായിക്കാം. വി വിൽ ഹെൽപ്പ്. ദേ പുട്ട് ആൾ ദ ഫ്രൂട്ട്സ് ഇൻ ദ ബാഗ്. അവർ എല്ലാ ഫ്രൂട്ട്സും ബാഗിലാക്കി. നിയ കൗണ്ടഡ് ഈച്ച് ടൈപ്പ്. നിയ ഓരോ ഇനവും എണ്ണി നോക്കിയിട്ടുണ്ട്.
എന്തെല്ലാം ഫ്രൂട്ട്സ് ആണ് അവിടെ വീണ് കിടക്കുന്നത്? ആപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ട്, പിന്നെന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ് നോക്കൂ. ഹൗ മെനി ഈച്ച്? എത്രണ്ണം ഉണ്ട്? ഓരോന്നും എത്രണ്ണം ഉണ്ട്? ഇവിടെ ആപ്പിൾ, മാംഗോ, ഓറഞ്ച് ഉണ്ട് അല്ലേ? അപ്പോൾ ഓരോന്നും എത്രയുണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുക? ഇവിടെ 10ന്റെ ഗ്രൂപ്പായിട്ടാണ് എല്ലാം വെച്ചിട്ടുള്ളത്. നോക്കൂ, ആപ്പിൾ ഫസ്റ്റ് ഗ്രൂപ്പ് 10, സെക്കൻഡ് ഗ്രൂപ്പിലും 10, തേർഡ് ഗ്രൂപ്പിലും 10, ഫോർത്ത് ഗ്രൂപ്പിലും 10. അപ്പോൾ 10 + 10 + 10 + 10. അപ്പോൾ എത്രയായി? 4 10 ചേർന്നാൽ 4 10s together 40. 4 10s together 40 plus 2. 40 plus 2 42. ഓക്കെ. നെക്സ്റ്റ് വൺ മാംഗോസ് ആണ്. മാംഗോസിൽ എത്ര 10s ഉണ്ട് നോക്കൂ. 10ന്റെ എത്ര ഗ്രൂപ്പുകളുണ്ട്? 1 2 3 4 5. 5 ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ 5 10s together 50. 50 plus 4. 50 plus 4 54. ഓക്കെ. നെക്സ്റ്റ് ഓറഞ്ചസിന് എത്ര ഗ്രൂപ്പാണ്? 3 ഗ്രൂപ്പാണ്. ഓരോ ഗ്രൂപ്പിലും 10 ഈച്ച് ഇൻ എവറി ഗ്രൂപ്പ് അല്ലേ? 10 plus 10 plus 10. 3 10s together 30. 30 plus 4 34. അപ്പോൾ ആപ്പിൾ 42, മാംഗോസ് 54, ഓറഞ്ചസ് 34. They got all the mangoes and oranges. അവർക്ക് എല്ലാ മാങ്ങയും ഓറഞ്ചും കിട്ടി. മാങ്ങകളും ഓറഞ്ചുകളും എല്ലാം കിട്ടി. ബട്ട് നോട്ട് ആപ്പിൾസ്. പക്ഷെ ആപ്പിൾസ് മുഴുവനും കിട്ടിയിട്ടില്ല. There were 45 apples in all. സാബു ബ്രോ 45 ആപ്പിൾസ് ആണ് വാങ്ങിയത്. പക്ഷെ ഇപ്പോഴോ എത്ര ആപ്പിൾസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 42. ഹൗ മെനി മോർ ആപ്പിൾസ് ടു ഫൈൻഡ്? ഇനി എത്ര ആപ്പിൾസ് ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്? 42 ഉണ്ട് അല്ലേ? 42 plus 1, 42 plus 1 43. 43 plus 1 44. 44 plus 1 45. അപ്പോൾ എത്ര വൺസ് നമ്മൾ ചേർത്തു? 3. 42 plus 3 45. How many more apples to find? 3 apples. How many more apples to find? 3 apples. Which is the largest number? ഏതാണ് ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ? ഏതാണ്? മാംഗോസ് അല്ലേ? ഏതാ കൂടുതലുള്ളത്? മാംഗോസ്. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? കൂടുതൽ എണ്ണമുള്ളത് മാംഗോസ്. കുറവ് സ്മോളസ്റ്റ് ഏറ്റവും കുറവ് ഏതാണ്? ഓറഞ്ചസ് അല്ലേ? ഹൗ മെനി മോർ ആപ്പിൾസ് ദാൻ ഓറഞ്ചസ്? നൗ ദർ ആർ 34 ഓറഞ്ചസ്. ഹൗ മെനി ആപ്പിൾസ്? എത്ര ആപ്പിൾസാണ് ഉള്ളത്? 42. ഹൗ മെനി മോർ ആപ്പിൾസ് ദാൻ ഓറഞ്ചസ്? ഓറഞ്ചിനേക്കാൾ എത്ര കൂടുതലുണ്ട് ആപ്പിള്? 34. 34 കഴിഞ്ഞാൽ ആഡ് ചെയ്യാം. 35, 36, 37, 38, 39, 40, 41, 42. How many added? 8 added. അപ്പോൾ ഓറഞ്ചിനേക്കാൾ എത്ര കൂടുതലാണ് ആപ്പിൾ? 8 more. How many more apples? 8. Next, number game. Sohan and Nia are playing a number game. സോഹനും നിയയും ഒരു നമ്പർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഹൻ ഗോട്ട്
40 points in the first game. സോഹന് ഒന്നാമത്തെ കളിയിൽ 40 points കിട്ടി. നിയ got 7 points more than സോഹൻ. More than സോഹൻ. നിയയ്ക്ക് സോഹനേക്കാൾ 7 points കിട്ടി. More than സോഹൻ എന്ന് പറഞ്ഞാൽ സോഹനേക്കാൾ 7 points കിട്ടിയിരുന്നു. How many points did നിയ get? അപ്പോൾ നിയ എത്ര പോയിന്റ്സാണ് നിയയ്ക്ക് കിട്ടിയത്? 7 more than 40. അത് പറഞ്ഞാൽ 40നേക്കാൾ 7 കൂടുതൽ. 40ഉം 7ഉം 47 അല്ലേ? 40 plus 7 47. നിയ got 44 points in the second game. നിയ got 44 points in the second game. സെക്കൻഡ് ഗെയിമിൽ നിയയ്ക്ക് 44 points കിട്ടി. സോഹൻ got 14 points less than നിയ. ലെസ് ദാൻ നിയ, നിയേക്കാൾ കുറവ്. ലെസ് ദാൻ പറഞ്ഞാൽ എന്താണ്? കുറവ്. നിയയ്ക്ക് കിട്ടിയതിനേക്കാൾ 14 points കുറവാണ് സോഹന് കിട്ടിയത്. അതായത് 44 minus 14 അല്ലേ? ഹൗ മെനി പോയിന്റ്സ് ഡിഡ് സോഹൻ ഗെറ്റ്? 14 ലെസ് ദാൻ 44 എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? 44ൽ നിന്ന് 14 മൈനസ് ചെയ്യണം. ഓക്കെ, മൈനസ് ചെയ്യാൻ എന്താണ് ആദ്യം നമുക്ക് ചെയ്യാം? 44ൽ നിന്ന് ആദ്യം 4 അങ്ങോട്ട് മാറ്റുക, മൈനസ് ചെയ്യുക. അപ്പോൾ പിന്നെ എത്ര ബാക്കിയുണ്ട്? 40. ഈ 40ൽ നിന്ന് വീണ്ടും 10 മൈനസ് ചെയ്യുക. 14നെ നമ്മൾ 10ഉം 4ഉം ആക്കി മാറ്റിയിട്ട് നമ്മൾ ആദ്യം 44ൽ നിന്ന് 4 മൈനസ് ചെയ്തു. അപ്പോൾ 40 കിട്ടി. പിന്നെ 40ൽ നിന്ന് 10 മൈനസ് ചെയ്തു. അപ്പോൾ 30. അപ്പോൾ സോഹൻ കിട്ടിയത് എത്രയാണ്? ഹൗ മെനി പോയിന്റ്സ് ഡിഡ് സോഹൻ ഗെറ്റ്? 30 points. In the third game, the points they got together is less than 50. ഇപ്പോൾ എത്ര കിട്ടിയെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അവർക്ക് 2 പേർക്കും കിട്ടിയ പോയിന്റ്സ് കൂടിയപ്പോൾ got together is less than 50. 50യേക്കാൾ കുറവാണ് കിട്ടിയിട്ടുള്ളത്. രണ്ടാരുടെയും പോയിന്റ്സ് കൂട്ടിയാൽ. The difference between their points is 10. സോഹനും നിയയ്ക്കും കൂടി കിട്ടിയ പോയിന്റ് 50ൽ കുറവാണ്. അവരുടെ പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. What can be the points each got? ഏതെല്ലാം പോയിന്റ്സ് ആയിരിക്കാം അവർക്ക് കിട്ടിയത്? കുറേ ആവാം. ഏതൊക്കെ ആവാം? ഇപ്പം നിയയ്ക്ക് 1 point ആണ് കിട്ടിയതെങ്കിൽ എന്താണ്? സോഹന് 1നേക്കാൾ 10 കൂടണം അല്ലേ? 11 ആയിരിക്കും. നിയയ്ക്ക് 2 points ആണ് കിട്ടിയതെങ്കിൽ സോഹന് 12. നിയയ്ക്ക് 3 ആണെങ്കിലോ സോഹന് 13. നിയയ്ക്ക് 4 ആണെങ്കിൽ സോഹന് 14. നിയയ്ക്ക് 5 ആണെങ്കിൽ സോഹന് 15. അങ്ങനെ നിയയ്ക്ക് 19 കിട്ടുകയാണെങ്കിൽ സോഹന് അതിനേക്കാൾ 10 ഡിഫറൻസ് വേണ്ടേ? 19 10ഉം ഡിഫറൻസ് ആകുമ്പോൾ 29 കിട്ടിയിട്ടുണ്ടാവണം. 19 നിയയ്ക്ക് കിട്ടിയാൽ സോഹന് 29 കിട്ടണം അല്ലേ? 19ഉം 29ഉം ആഡ് ചെയ്ത് നോക്കൂ. 19 + 29 എത്ര കിട്ടും? 48 ആണ്. അപ്പോഴും 50യേക്കാൾ കുറവാണ്. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഡെക്കറേഷനാണ്. നമ്മുടെ ക്ലാസ് ഡെക്കറേഷൻ. ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യാണ്. നിയ ആൻഡ് സോഹൻ കട്ട് ഡിഫറെൻറ്റ് ഷേപ്സ് ഫ്രം കളേർഡ് പേപ്പർ. നിയയും സോഹനും ഡിഫറെൻറ്റ് ഷേപ്സ് കളേർഡ് പേപ്പറിൽ നിന്ന് വെട്ടിയെടുക്കുകയാണ്. എന്തിനാ? ഫോർ ഡെക്കറേറ്റിംഗ് ദ ക്ലാസ് റൂം. കളർ പേപ്പർ വെട്ടിയെടുക്കുന്നത് ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യാനാണ്. നിങ്ങൾ ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ? നമ്മുടെ സ്പെഷ്യൽ ഈവൻസിന്, ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് അല്ലേ?
ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ ഇതിനെല്ലാം നമ്മൾ ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയും നിയയും സോഹനും ഷേപ്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീ വാട്ട് ഐ മെയ്ഡ്. നോക്ക് ഞാൻ എന്താ ഉണ്ടാക്കിയതെന്ന്. സ്റ്റാർസ്. എന്താ ഉണ്ടാക്കിയിരിക്കണേ നിയ? സ്റ്റാർസ് ആണ്, നക്ഷത്രങ്ങൾ. ദേ പ്ലേഡ് വിത്ത് ദ ഷേപ്സ്. 10 points for stars. അവർ ആ ഷേപ്സ് കൊണ്ട് കളിക്കുകയാണ് ഇവിടെ. 10 points ആണ് സ്റ്റാർസിന്. 1 point for സ്ക്വയർ. സ്ക്വയറും വെട്ടിയുണ്ടാക്കുന്നുണ്ട്. സ്ക്വയറിന് 1 point ആണ്. ബോത്ത് ഓഫ് ദം ലേഡ് ഔട്ട് ദെയർ പീസസ്. ഓരോരുത്തരും വെട്ടിയുണ്ടാക്കിയ ആ പീസസ് എല്ലാം അവരിവിടെ ഇതാ വെച്ചിട്ടുണ്ട്. ഹൗ മെനി പോയിന്റ്സ് ഡസ് ഈച്ച് ഗെറ്റ്. അവർക്ക് എത്ര പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാവും നോക്കാം. നീ എന്തൊക്കെയാ വെട്ടിയിരിക്കുന്നത്? സ്റ്റാർസും സ്ക്വയേഴ്സും ഉണ്ട്. ഹൗ മെനി സ്റ്റാർസ്? 1 2 3 4 5. ഹൗ മെനി സ്ക്വയേഴ്സ്? 1 2 3 4. അപ്പോൾ പോയിന്റ്സ് നമുക്ക് അതിൻ്റെ ചുവട്ടിലായിട്ട് എഴുതാം. 10 1 10 1 10 1 10 1 10. How many tens? 5 tens. How many tens? 5 tens. 5 tens together. 5 tens together 50. ഇവിടെ 50 എഴുതുക. ഇനി സ്ക്വയേഴ്സിന്റെ 1 1 1 1. 4 ones together 4. 50 plus 4 54. സോഹന് 2 സ്റ്റാർസ്. 2 stars 2 squares 2 stars. 2 സ്റ്റാർസിന്റെ പോയിന്റ്സ് ഇടാം. 10 10. സ്ക്വയറിന് 1 1. സ്റ്റാർസിന് വീണ്ടും 10 10. അപ്പോൾ ഹൗ മെനി സ്റ്റാർസ്? ഹൗ മെനി ടെൻസ്? 4 tens. 4 tens together 40. 40 പ്ലസ് 2 സ്ക്വയർ ആണ്, അതിന് 2. 1 ഉം 1 ഉം 2. അപ്പോൾ 40 പ്ലസ് 2 42. ഹൗ മെനി പോയിന്റ്സ് നിയ ഗോട്ട്? നിയ ഗോട്ട് 54 points. നിയ ഗോട്ട് 54 points. Sohan got 42 points. Who got more? Who got more? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏത് നമ്പറാണ് വലുത്? Which is the largest number? 54 or 42? Which is the largest number? 54 or 42? 54. അല്ലേ? So Nia got 54 points. Nia got more. Who got more? Nia. How many more? Sohan got 42. Nia got 54. How many more? 42. കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 43 44 45 46 47 48 49 50 51 52 53 54 54. അപ്പോഴോ 12 more. 12 more. To make the points equal, how many of each shape should Sohan cut off? Equal ആവാൻ, to make the points equal, രണ്ടുപേർക്കും ഒരേപോലെ പോയിന്റ്സ് കിട്ടാൻ how many of each shape should Sohan cut off? സോഹൻ എത്ര ഇനിയും കട്ട് ചെയ്യണം? നിയ 5 സ്റ്റാർസ് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? സോഹൻ 4 സ്റ്റാർസേ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സോഹൻ ഇനി സ്റ്റാർസ് 1 കട്ട് ചെയ്യേണ്ടത്. അതുപോലെ നിയ 4 സ്ക്വയേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. സോഹൻ 2 ഉള്ളൂ. അപ്പോൾ സ്ക്വയേഴ്സ് 2 കട്ട് ചെയ്യണം. സ്റ്റാർ 1 സ്ക്വയർ 2. You can also play such a game
കട്ടിംഗ് ഔട്ട് ഷേപ്സ്. നിങ്ങളും ഇങ്ങനെ ഷേപ്സ് കട്ട് ചെയ്തിട്ട് കളിക്കൂ. അപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് എന്ന പാഠത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 1. ഇനി പാർട്ട് 2 നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.